നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു ഈവനിങ് റൊട്ടീനാണ്. ആക്ച്വലി ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷം എൻ്റെ ഒരു ഈവനിങ് എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ജോലി പോയെങ്കിലും നമ്മൾ ആ റൊട്ടീൻ തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ബേസ്മെൻറ്റിൽ കിടന്നാണ് ഉറങ്ങിയത്. കാര്യം നല്ല തണുപ്പായതുകൊണ്ട് രാത്രി വന്ന് ഞങ്ങൾ AC ഓഫാക്കിയിട്ടു. ആൻഡ് ഈവനിങ് ആയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ AC ഓൺ ചെയ്തില്ലായിരുന്നു. അപ്പോഴത്തേക്ക് വീട്ടിലെ ടെമ്പറേച്ചർ 27 എബോവ് പോയി. 27 എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. നമ്മൾ രണ്ടുപേരും, ഞാനും ജിലു ബേബി, നല്ല വിയർക്കുന്നുണ്ടായിരുന്നു. ആൻഡ് നാട്ടിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 27 ഒന്നുമല്ല അല്ലേ. പക്ഷേ ഇവിടുത്തെ ടെമ്പറേച്ചറിൽ 27 നമ്മൾ നന്നായി വിയർക്കും. പക്ഷേ അത് ഹ്യൂമിഡിറ്റിയുടെ ഒരു വ്യത്യാസം കാരണമാണ്. ഏതായാലും നമുക്ക് ഡിന്നർ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഡിന്നർ ഞാൻ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ളൊരു ഡിന്നറാണ്. ഞാൻ കുറച്ച് നാളായിട്ട് അവക്കാഡോ ഓയിലും ഒലിവ് ഓയിലും മാറിയാണ് യൂസ് ചെയ്യുന്നത്. വെജിറ്റബിൾ ഓയിൽ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പം അവക്കാഡോ ഓയിലിൽ നമുക്ക് കുറച്ച് വെജീസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ അവക്കാഡോ ഓയിൽ എന്ന് പറയുന്നത് ആക്ച്വലി അവക്കാഡോയുടെ ടേസ്റ്റോ അങ്ങനെയൊന്നും ഉള്ളതല്ല. അവക്കാഡോ ഓയിലിന് ഒരു തരത്തിലുള്ള ഫ്ലേവറോ ഇല്ലാത്തതുകൊണ്ടാണ് അവക്കാഡോ ഓയിൽ കുക്കിങ്ങിൽ ബെസ്റ്റ് ഓയിലെന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ചിക്കനോ എന്തെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അവക്കാഡോ ഓയിൽ, അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രമാണ് ആ ഓയിലിനുണ്ടാവുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതൊക്കെ ബട്ടർ, നെയ്യോ അങ്ങനത്തെ ഒരു അതിനൊക്കെ പ്രത്യേകം വേറെ ഫ്ലേവർ ഉണ്ടാകത്തില്ലേ. ഈ സാധാരണ നമ്മൾ വെജിറ്റബിൾ ഓയിലായാൽ പോലും അങ്ങനത്തെ ഒരു ഫ്ലേവർ അവക്കാഡോ ഓയിലിനില്ല. അതുകൊണ്ടാണ് അവക്കാഡോ ഓയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓയിൽ എന്ന് പറയുന്നത്. ഏതായാലും നമ്മളിന്ന് വീട്ടിൽ ഫ്രിഡ്ജിലുണ്ടായിരുന്ന മാക്സിമം വെജിറ്റബിളൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് മഷ്റൂം ഉണ്ട്, ക്യാബേജ് ഉണ്ട്, റെഡ് ഒണിയൻ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ബ്രോക്കലി ഉണ്ട്, സാലറി ഉണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം എൻ്റെ മാജിക് മസാല ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇത് വൺ സീസണിങ് ആണ്. ഇതിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിടണ്ട. നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ, ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ വെജിറ്റബിളൊക്കെ ഇങ്ങനെ വഴറ്റി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതിൻ്റെ അങ്ങേയറ്റത്തെ ഫ്ലേവർ തരും ഈ മാജിക്കിൻ്റെ വൺ ഇൻ ഓൾ മസാല ഇടുകയാണെങ്കിൽ. അതിൽ സോൾട്ട്, അതിൻ്റെ ഒരു വെജി സ്റ്റോക്ക്, എല്ലാത്തിൻ്റെയും കൂടി ഒരു പരുവാണ്. ആൻഡ് നമുക്ക് ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ ഞാൻ കുറേ നാളായിട്ട് നമ്മുടെ എയർ ഫ്രയറിലാണ് ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈവനിങ് റുട്ടീനിൽ മെയിൻലി പെടുന്ന ഒരു കാര്യമാണ് രാത്രി ഞങ്ങളുടെ വീട്ടിൽ പാല് കുടിക്കുന്ന ജിലു ബേബിക്ക് അവളുടെ പാല് ഉണ്ടാക്കുന്ന മെഷീനും കുപ്പിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളത്. രാത്രി ഓടാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഇനിയിപ്പോൾ ഉറക്കത്തിൽ വരുന്നത് ഏത് പരുവത്തിലാണ് എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പം തട്ടിത്തടകി വീഴുന്നതിന് മുമ്പേ വീട്ടിൽ വന്ന് പാലെടുക്കുക, പോയി ജിലുവിന് കൊടുക്കുക. ചൂടായതുകൊണ്ട് ഞാനൊരു പോർട്ടബിൾ ഫാൻ നാട്ടിൽ പോകാൻ നേരം വാങ്ങിച്ചതാണ്. അത് ഞാൻ ജിലുവിന് എടുത്ത് കൊടുത്തു. അവൾ അതും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചോറുമായിട്ട് വെജിറ്റബിൾ ജിലുവിന് കൊടുത്തപ്പോൾ അവൾ കഴിക്കുന്നുണ്ട്, ചിക്കനും. എൻ്റെ ഇതാണ് ഞാൻ വെജിറ്റബിൾ റോസ്റ്റ് ചെയ്തതും ചിക്കനുമായിട്ട് ഞങ്ങളൊരു 5 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിന്നർ കഴിച്ചു. ഞാൻ ചോറെടുത്ത് വെച്ചിരിക്കുന്ന അച്ചാച്ചനാണ് കേട്ടോ. അച്ചാച്ചനും ജിലുവിനും കുറച്ച് ചോറൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് രണ്ടുപേർക്കും ഡിന്നറൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഈവനിങ് വെളിയിലൊന്ന് വാക്കിങ്ങിന് പോയി. ഞാൻ വാക്ക് ചെയ്തു. ജിലു ഇതേ കണക്കത്തെ സ്കൂട്ടിയിൽ ഇങ്ങനെ എൻ്റെ കൂടെ തള്ളി വരുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി അവൾക്ക് സ്കേറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഫ്യൂച്ചറിൽ ഒക്കെ ഇതിൽ സ്കൂട്ടിയിൽ സ്കേറ്റ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട്. ആൻഡ് ഓൾസോ ഒന്ന് ടയേർഡാകാൻ കൂടിയാണ്. ഒന്ന് ഈവനിങ് ഒന്ന് വാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് ആക്റ്റീവായിരുന്നു കഴിഞ്ഞാൽ അവൾ ടയേർഡാകും. അതുകൊണ്ട് വേഗം തന്നെ ഉറങ്ങാൻ പറ്റും. ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ജിലു അങ്ങേറ്റത്തെ കള്ളിയാണ്. അവൾക്ക് ഈ കയറ്റം വരുമ്പോഴത്തേക്ക് പോകത്തേയില്ല. ഞാൻ അവളെ പൊക്കിക്കൊണ്ട് കയറ്റത്തിൽ കൊണ്ടുപോവുക, ഇറക്കത്തുനിന്ന് മാത്രം അവൾ തെന്നി വരും. നല്ല പഠിച്ച കള്ളിയാണ്, അപ്പൻ്റെ മോളല്ലേ. ഏതായാലും ഞങ്ങൾ കുറേ നേരം വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു. വഴി കൂടി പോകുന്നവർക്കെല്ലാം ജില്ലിനെ കാണുമ്പോഴത്തേക്ക്, ആൻഡ് ബേബീസ് ഉള്ളപ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രത്യേക ഒരു അഡ്വാൻറ്റേജ് കേട്ടോ. നമ്മളോട് ചുമ്മാ മിണ്ടാതെ പോകുന്ന ആൾക്കാരൊക്കെ ബേബീസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളോടൊരു ഹായ് പറഞ്ഞൊരു ഇച്ചിരി നേരം നിന്ന് നമ്മളോട് സംസാരിക്കും. അങ്ങനെ കുറച്ച് നെയ്ബേഴ്സിൻ്റെ അടുത്തൊക്കെ
ഞാൻ സംസാരിക്കാൻ ഇടയായത് നമ്മുടെ ജില്ലു ഉള്ളതുകൊണ്ട് മാത്രമാണ്. അവർ ജില്ലുവിനെ കാണുമ്പോഴത്തേക്കൊന്ന് ഹായ് പറഞ്ഞു വരും, അങ്ങനെ സംസാരിക്കും. ഏതായാലും എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നത്തെ വർക്കൗട്ട് വലിച്ചിരിക്കുകയാണ്. ജിലു നേരത്തെ ഉറങ്ങി, വീട്ടിനകത്തൊന്ന് ഇച്ചിരി നേരം കളിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പെട്ടെന്ന് അങ്ങ് ഉറങ്ങി. ആൻഡ് ജിലു ഉറങ്ങി കഴിയുമ്പോഴത്തേക്കാണ് എൻ്റെ വീട്ടിലെ മെയിൻ ക്ലീനിങ് ടാസ്ക് ഒക്കെ വരുന്നത്. കാരണം അവൾ ഇപ്പോഴും ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ കാലിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും ജിലു ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്ത് ജിലുവിൻ്റെ കളിപ്പാട്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാണ്. കാരണം അത് ആ ബാസ്ക്കറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഏത് ഏരിയയിലാണ് പോകുന്നതെന്ന് അറിയത്തില്ല. എല്ലാ റൂമും അരിച്ചു പറയ്ക്കാൻ മാത്രമാണ് ജിലുവിൻ്റെ കളിപ്പാട്ടെല്ലാം എനിക്ക് ഒതുക്കി പറക്കി വെക്കാൻ പറ്റുന്നത്. ഇപ്പോൾ 1 ഇയർ ബർത്ത്ഡേ കഴിഞ്ഞ ശേഷം കളിപ്പാട്ടത്തിൻ്റെ എണ്ണം ഡബിളായിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ ഇവക്ക് വാങ്ങിച്ച കളിപ്പാട്ടങ്ങൾ ഇതിൽ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ വളരെ കുറവ് കളിപ്പാട്ടം മാത്രമാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന ഒരു 90% കളിപ്പാട്ടങ്ങളും ജിലുവിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. 1 ഇയർ ബർത്ത്ഡേക്കും കിട്ടി, അല്ലാതെ തന്നെ ആരെങ്കിലുമൊക്കെ കാണാൻ വരുമ്പോഴെല്ലാം കളിപ്പാട്ടം കൊണ്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലുതായിട്ട് വാങ്ങിച്ചിട്ടില്ല. ഞാൻ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ എൻ്റെ അടുത്ത് ഈ ചില അമ്മമാരൊക്കെ അഡ്വൈസ് തരുന്നില്ലേ, അവർ തന്ന ഏറ്റവും നല്ലൊരു അഡ്വൈസാണ്, നിങ്ങൾ കുട്ടിക്ക് കളിപ്പാട്ടം വാങ്ങരുത്, ഡ്രസ്സും വാങ്ങല്ലേ. കാരണം ആര് വന്നാലും അതാണ് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പോകുന്നതെന്ന്. ഏതായാലും ജില്ലുവിനെ ഒന്നുകൂടി ഒന്ന് എത്തി നോക്കിയിട്ട് ഞാൻ അടുക്കളയിലേക്ക് കയറി പാത്രങ്ങളൊക്കെ കഴുകി തുടച്ച് വെക്കും. ബിക്കോസ് തുടച്ച് വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. തുടച്ച് വെക്കുമ്പം നമ്മുടെ ക്യാബിനിലൊന്നും വെള്ളം പറ്റില്ല. ആൻഡ് പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് നല്ല ഉണങ്ങി ഫ്രഷായിട്ടുള്ള നമ്മുടെ കളിപ്പാട്ടമല്ലല്ലോ പാത്രങ്ങൾ കിട്ടും. അങ്ങനെ എല്ലാം ഒതുക്കി പറക്കി വെച്ച് കൗണ്ടർ ടോപ്പെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എൻ്റെ രാവിലത്തെ മോർണിംഗ് നല്ല സൂപ്പറായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറേ നാളായിട്ട് വെച്ച് ശീലിച്ചിരിക്കുന്നൊരു ശീലമാണ്. പാത്രങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥലങ്ങളുണ്ട്. കാരണം എൻ്റെ കിച്ചണിൽ ഒരു സാധനങ്ങളും പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. കാരണം എനിക്ക് തന്നെ അറിയാം അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അതേ സ്ഥലത്ത് തന്നെ പിറ്റേ ദിവസം കഴുകിയിട്ട് അതേ സ്ഥലത്ത് തന്നെ ഞാൻ കൊണ്ടുവയ്ക്കും. ഇതൊരു നല്ലൊരു ഹാബിറ്റാണ്. ഞാൻ വളരെ റീസെൻ്റ്ലി മാത്രമാണ്, മീൻസ് ഒരു 1 ഇയർ വല്ലതും ആയിട്ടുണ്ടാവും ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കാരണം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് പഠിച്ചതാണിത്. പുള്ളിക്കാരി ഇത് കണക്ക് അവരുടെ കിച്ചണിൽ എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെ തന്നെ വെച്ചിരിക്കും. അത് ഒരു നല്ലൊരു ഹാബിറ്റാണെന്ന് ഞാൻ കണ്ടുപഠിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലത് ഉപയോഗിക്കുമായിരുന്നു. ആൻഡ് പെട്ടെന്നൊരു ദിവസം ഉണ്ടാവില്ല അത്, കാരണം നമ്മൾ മറക്കും. പക്ഷേ നമ്മുടെ മനസ്സിലൊരു ഇങ്ങനെ പറയുക, ഇതിങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് എനിക്കിപ്പോൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ 1 ഇയറായിട്ട് ഞാൻ ഈ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്യുന്നതാണ്. എൻ്റെ ഈവനിങ് റുട്ടീനിൽ ഇതൊരു വലിയൊരു ടാസ്ക്കാണ്. ഞാൻ ക്ലീൻ ചെയ്ത് എല്ലാം ഒതുക്കി അതിൻ്റേതായ സ്ഥലങ്ങളിലൊക്കെ വെക്കുക എന്നുള്ളത്. ആൻഡ് ഓൾസോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അപ്ലയൻസുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. കാരണം പിറ്റേ ദിവസം വരുമ്പോഴത്തേക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടുമ്പോഴത്തേക്കൊരു ഫ്രഷ് ഡേ നമുക്ക് ഫീൽ ചെയ്യണ്ടേ. ആ ഒരു മനസ്സിൻ്റെ ഒരു പുതുമയ്ക്ക് വേണ്ടി പിറ്റേ ദിവസത്തിന് വേണ്ടി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. ക്ലീനിങ് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി ജോലിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ജിലു എണ്ണിറ്റു. ഏതായാലും കുറച്ചുകൂടി പണിയേ ഉള്ളൂ, അതുകൂടി തീർക്കാം. ജിലു അതുവരെ എൻ്റെ തോളിൽ കിടക്കട്ടെ എന്ന് കരുതി ഞാനൊന്ന് ജോബ് സെർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻ്റെ ജോലി തെറിച്ചതിൽ എനിക്ക് ഇന്നലെയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് സമാധാനമാണ്. ബിക്കോസ് ഞാനൊരു കംഫർട്ട് പൊസിഷനിലായിരുന്നു. എനിക്ക് ആ ജോലി 6 വർഷമായിട്ട് ഞാൻ ആ കമ്പനിയിലാണ്. ഒന്ന് മാറ്റി ചിന്തിക്കാൻ എനിക്ക് ഇതുവരെ തോന്നിയില്ല. മേ ബി ഈ ഒരു ടെർമിനേഷൻ എനിക്ക് കുറച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായിരിക്കും. ആൻഡ് ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടു. യെസ്, ഒരുപാട് പേര് പറഞ്ഞു നല്ലത് എന്തോ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അപ്പം ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് കരുതിയ ഒരു വലിയൊരു കാര്യം
അത് ചെയ്യണം ഈ ഒരു സമയത്ത് എന്ന് തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് എന്താണെന്ന് ഞാൻ വരുന്ന വീഡിയോകളിൽ നിങ്ങളെ അറിയിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇച്ചിരി വലിയ പുളിങ്കമ്പാണെന്ന് കൂട്ടിക്കോ. ഞാനൊരു വലിയ എയിമോട് കൂടിയാണ് ഇന്നത് ഇവിടെ ഇരിക്കുന്നത്. ആ സാധനം ചെയ്ത് തീർക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് നാളെടുക്കും. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസമെങ്കിലും എടുക്കും. അപ്പം ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീം ഞാൻ ഇന്ന് ഇവിടെ വെച്ച് തുടങ്ങി വയ്ക്കുകയാണ്. എൻ്റെ ജോലി തെറിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇമോഷണലാക്കി. കാരണം ഇത്രയും പേരുണ്ടല്ലോ നമ്മുടെ ഒരു സങ്കടം പറയുമ്പം തിരിച്ച് നമുക്ക് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ആൻഡ് ഐ എം സോ ഹാപ്പി എനിക്ക് അത് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. ഞാനങ്ങനെ ഷെയർ ചെയ്യണമെന്ന് കരുതി എടുത്ത വീഡിയോ അല്ല. നിങ്ങൾക്കറിയാമല്ലോ, തുടക്കത്തിൽ ഞാനൊരു ഹാപ്പി ന്യൂസ്, ഞാൻ തിരിച്ച് ജോലിക്ക് കയറുന്നു എന്ന രീതിയിൽ തുടങ്ങിയ വീഡിയോ ആണ്. പക്ഷേ പിന്നീടാണ് അതൊരു ഇങ്ങനത്തെ ഒരു വീഡിയോ ആയി മാറിയത്. ആൻഡ് നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു, അത് ഒട്ടും വിശ്വസിക്കാത്തവർ. ആൻഡ് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഏതായാലും എൻ്റെ നൈറ്റ് റുട്ടീനിൽ പെടുന്നതാണ് എൻ്റെ സ്കിൻ കെയർ. വളരെ സിമ്പിളായിട്ടുള്ള സ്കിൻ കെയർ ആണ്. ഞാൻ ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ ക്ലെൻസർ. ആൻഡ് എനിക്ക് 2 ലോഷനുണ്ട്, സൺസ്ക്രീം ആൻഡ് പ്ലസ് നൈറ്റ് ലോഷൻ. ഞാൻ സൺസ്ക്രീനുള്ളപ്പോൾ മാത്രമേ ഇടത്തുള്ളൂ. ഇത് സണ്ണില്ലാത്തപ്പം ലോഷൻ മാത്രം. ആൻഡ് കുറച്ച് നാളായിട്ട് കാലിന് ഇച്ചിരി പ്രശ്നമുണ്ട്, അപ്പോൾ അതിലും ക്രീം ഇട്ടു. ആൻഡ് നല്ല രാത്രിയായപ്പം അച്ചാച്ചൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ വെജിറ്റബിളിൻ്റെ പണിയായതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ വരും. അപ്പം ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ദിവസം. അപ്പം നാളെ പിന്നെയും വേറൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.